ഇന്ന് ഈ നമുക്ക് കേരളത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായുള്ള ഒരു പരിഹാര ക്രിയ അല്ലെങ്കിൽ സർപ്പദോഷം മാറ്റാനായിട്ടുള്ള ഒരു പൂജയും അതിൻ്റെതായിട്ടുള്ള ആന്തരിക തത്വങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ എക്സ്റ്റേണൽ റിച്വൽ പുറമെ നടക്കുന്ന ഈ പൂജകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് വിശദീകരിച്ച ശേഷം അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് പിന്നീട് അടുത്ത വേറെ ഒരു എപ്പിസോഡിലേക്ക് കടന്നു. സർപ്പദോഷം എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ജാതകങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അത് ഇപ്പോൾ എന്താ പറയുക, ലോകത്തിലെ എല്ലാ സ്ഥലത്തും സർപ്പ ആരാധനകൾ നടന്നിട്ടുണ്ട്. അത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ് ശരി, മായൻ സിവിലൈസേഷനാണ് ശരി, ഹിന്ദു സിവിലൈസേഷനാണ്, എല്ലാ റിലീജിയനിലും എല്ലാ മതങ്ങളിലും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും സർപ്പത്തിനെ ആരാധിച്ചു വന്നിരിക്കുന്ന ഒരു ക്രമം ഉണ്ടായിരുന്നു. സർപ്പം മറ്റു ദേവതകളെ മാതിരി ഒരു പ്രത്യേക ഗ്രൂപ്പിന് മാത്രമായിട്ട് ഒതുക്കി നിൽക്കുന്നതല്ല, സാർവത്രികമായിട്ടുള്ള ഒരു ദേവത ചൈതന്യമായിട്ടാണ് പറയപ്പെടുന്നത്. അതിന് ജാതി മത ഭേദമന്യേ തന്നെ അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. പൊതുവെ നമ്മൾ രാഹു കേതുക്കളെ കൊണ്ടാണ് ഈ സർപ്പദോഷം എന്താണെന്നുള്ളത് നമ്മൾ ജ്യോതിഷം മുഖാന്തരം പറയപ്പെടുന്നത്. ജ്യോതിഷത്തിൽ നമ്മൾ ഒരു വിശദമായിട്ടുള്ള പഠനം നടത്തി അതിൽ നാഗ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള അതെന്താണ്, എന്ത് തരത്തിലുള്ള ദോഷമാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിന് തക്കതായിട്ടുള്ള ഒരു പരിഹാര നിർണയം ഉണ്ടാകും. ചെറിയ നാഗദോഷങ്ങൾക്കൊക്കെ ഒരു 100 താലം വഴിപാടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു അർച്ചനയോ അഭിഷേകമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകും. പക്ഷേ കാളസർപ്പദോഷം മാതിരിയുള്ള ദോഷങ്ങൾ അതിനൊന്നും അങ്ങനെ ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടായതായിട്ടുള്ള എനിക്ക് അറിയില്ല. എന്നുവെച്ചാൽ കാളസർപ്പദോഷം എന്ന് പറയുമ്പോൾ രാഹു കേതുക്കളുടെ നെഗറ്റീവ് മധ്യത്തിൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും വരുമ്പോഴാണ് കാളസർപ്പദോഷം എന്ന് പറയുന്നത്. അപ്പോൾ കാളസർപ്പദോഷം എന്ന് വെച്ചാൽ രാഹു സർപ്പത്തിന്റെ തലയും കേതു വാലുമായിട്ട് സങ്കല്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ രാഹുവിന്റെ കേതുവിന്റെ ഇടയ്ക്ക് മറ്റും ഗ്രഹങ്ങളെല്ലാം വരുന്ന സമയത്ത് കാളസർപ്പദോഷം ഉണ്ടാകും. അപ്പൊ അതിനർത്ഥം നമ്മളൊരു പാമ്പിന്റെ വായിക്കും വാലിനും ഇടയ്ക്ക് പെട്ടു. ഇത് 12 രാശികളിൽ 1, 7, 2, 8, 3, 9, 4, 10 ഇങ്ങനെ ഭാഗങ്ങളിലായിട്ടാണ് രാഹു കേതുക്കളുടെ കാളസർപ്പദോഷം ഉണ്ടാകുന്നത്. ഈ 12 ഭാഗങ്ങളിൽ രാഹുദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഓരോ കാളസർപ്പദോഷം ഉണ്ടാക്കുന്ന സർപ്പങ്ങളുടെ അല്ലെങ്കിൽ രാഹു കേതുക്കളുടെ അതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാളസർപ്പദോഷത്തിനും ഓരോ പേര് കൊടുക്കും. 1, 7 വരുന്നതിന് ഒരു പേരായിരിക്കും, 2, 8 വരുന്നതിന് ഒരു നാഗമായിരിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കും. പൊതുവെ നോക്കുമ്പോൾ സർപ്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്ന തന്നെ പ്രാണശക്തിയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. പ്രാണശക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ സുഷുമ്നാ നാഡിയിൽ 3.5 ചുറ്റുമുള്ള ഒരു സർപ്പമായിട്ട് ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ രാഹുദോഷം കേതുദോഷം അല്ലെങ്കിൽ സർപ്പദോഷം ഉണ്ടായാൽ പൊതുവെ നോക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി സോഴ്സ് നമ്മുടെ സുഷുമ്നാ നാഡിയിലുള്ള 72,000 നാഡികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ അതിന് ബേസ് ചെയ്തിരിക്കുന്ന ഒരു എനർജി സോഴ്സിന്റെ
മാൽ ഫങ്ഷനിങ് ആണ് ഈ സർപ്പദോഷം എന്ന് പറയുന്നത്. ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ രാഹു കേതുക്കൾക്ക് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ദാമ്പത്യം, സന്താനോൽപത്തി, അതേമാതിരി തൊലിപ്പുറത്തുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന രോഗങ്ങൾ, ചിത്തഭ്രമം മാതിരിയുള്ള മാനസിക അസ്വാസ്ഥ്യം, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ രാഹുകേതുക്കൾ പഴിച്ചാൽ അല്ലെങ്കിൽ നാഗങ്ങളുടെ ദോഷം ഉണ്ടെങ്കിൽ ഒരാളുടെ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഇതിൽ ജാതകത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. രാഹുകേതുക്കളെ വെച്ചിട്ട് മാത്രം നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അതിൽ ശുഭഗ്രഹങ്ങൾ വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങളുടെ ഒക്കെ കുറവുണ്ടാവും എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഒരു ദോഷം, രാഹുകേതുക്കളുടെ ദോഷം ഉണ്ടായിരുന്നെങ്കിൽ ആ ദോഷത്തിനെ പരിഹരിക്കാനായിട്ട് അത് ഈ കാളസർപ്പ ദോഷമാണോ, ഇനിയിപ്പോൾ 1, 4, 7, 10 ഭാവങ്ങളിൽ രാഹുകേതുക്കളുടെ ബന്ധം വരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ കാഠിന്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഒരു സർപ്പത്തിനുള്ള പ്രീതി നടത്താൻ. പൊതുവേ നമ്മൾ സർപ്പത്തിന് നടക്കുന്ന സമയത്ത് അഷ്ടനാഗപൂജയുണ്ട്. 8 നാഗങ്ങൾ വിശേഷപ്പെട്ടതായിട്ടുള്ള പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ചില സമ്പ്രദായങ്ങളിൽ പ്രത്യേകമായിട്ട് മൂലമന്ത്രങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നാമോദാനമായിട്ട് പറയാറുമുണ്ട്. പിന്നെ 100 പാലെന്ന് പറഞ്ഞൊരു ക്രിയുണ്ട്. അത് സർപ്പങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പദാർത്ഥമായിട്ട് സങ്കല്പിച്ചിട്ട് അതുകൊണ്ടുള്ള തർപ്പണം ചെയ്യിപ്പിക്കുക. പിന്നെ സർപ്പസൂക്ത ഹോമം എന്നാണെന്നുണ്ട്. അത് വൈദികമാണ്. 3 സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളെ കൊണ്ട് പായസം കൊണ്ടുള്ള ഹോമമാണ് സർപ്പസൂക്ത ഹോമം എന്ന് പറയുന്നത്. അതല്ലാതെ പ്രധാനപ്പെട്ടതായുള്ള സൂക്തങ്ങൾ വേദസൂക്തങ്ങളല്ലാതെ തന്നെ അഥർവവേദത്തിൽ ഒരുപാട് നാഗങ്ങളെ പറ്റിയിട്ടുള്ള സൂക്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദത്തിലുമുണ്ട്. അതിപ്പോൾ വൈദിക സമ്പ്രദായത്തിൽ നമ്മൾ ഒരു യജ്ഞമോ യാഗമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സുമേരു മതത്തിനെ സംബന്ധിച്ചോളം അത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സർപ്പബലിയാണ് ഇവിടെ നടത്തുന്നത്. നമ്മൾ ആദ്യമേ അഷ്ടനാഗങ്ങളെ പ്രീതിപ്പെട്ടു. അപ്പോൾ ഇവിടെ അഷ്ടനാഗങ്ങളെ അനന്തൻ വാസിക ദർശനം എന്നുള്ള 8 നാഗങ്ങൾ പ്രത്യേകമായിട്ട് അവർക്ക് ബലിപീഠമുണ്ട്. അവർക്ക് നാഗത്തിന്റെ വിഗ്രഹമുണ്ട്. അവരെ സങ്കല്പിച്ചുകൊണ്ട് ആവാഹനം ചെയ്തിട്ട് ഓരോരുത്തർക്കും അഷ്ടോത്തരം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൂബറേറ്റ് ആണ്, പക്ഷെ കഷ്ടസ്ഥലങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. കാരണം ഞാനിവിടെ ചെയ്യുമ്പോൾ വളരെ കോംപ്രഹെൻസീവായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഈ അഷ്ടനാഗങ്ങൾ ആദ്യം നമ്മൾ പൂജിക്കും. പൂജിച്ച ശേഷം വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള അനന്തനും നാഗേക്ഷിയുമായിട്ടൊരു പൂജ അവിടെ നടക്കും. ഇതിനെ ആവാഹിച്ച് പൂജ നടക്കും. വാസികയും സർപ്പേക്ഷിയുമായിട്ട് ശൈവനാഗങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ആവാഹന പൂജ നടക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നാഗചാമുണ്ഡി, നാഗകാളി, നാഗഭൈരവൻ, ദുരിതാപരമേശ്വരൻ, ഇവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങൾക്ക് അവർ പ്രത്യേകമായിട്ടുള്ള ആവാഹന ക്രിയകൾ ചെയ്തിട്ട് അവർക്ക് അഷ്ടോത്തരം ചെയ്യും. അത് കഴിഞ്ഞ ശേഷം രാഹുകേതുക്കളുടെ പ്രത്യേക ബിംബങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ രാഹുകേതുക്കളുടെ പൂജയും കൂടി ചെയ്തിട്ട് ഷോഡശോപചാര പൂജ ചെയ്തിട്ട് ഒരു അഷ്ടോത്തരം കൂടി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർപ്പബലിക്ക് കളത്തിലേക്ക് ഇറങ്ങുന്നത്. സർപ്പബലിയിൽ ഇവിടെ നമ്മൾ 55 കളറുള്ള ഒരു നാഗക്കളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് പക്ഷാന്തരങ്ങളുണ്ട്. ഓരോ സമ്പ്രദായത്തിലും ഓരോ കാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ തുളുനാടിൽ അല്ലെങ്കിൽ മംഗലാപുരം അങ്ങനത്തെ ഉടുപ്പി സമ്പ്രദായത്തിൽ അന്തനെ സെൻറ്ററിൽ വെച്ചിട്ട് പ്രധാന ദേവതയായിട്ട് നാഗദേവതയായിട്ട് വെച്ചിട്ടാണ് പൂജിക്കുക. ഇവിടെ ശൈവമായിട്ടാണ് ഇവിടെ പൂജിക്കുന്നത്. അപ്പോൾ ശൈവമായിട്ട് ചെയ്യുന്ന സമയത്ത് വാസികയ്ക്കായിരിക്കും പ്രാധാന്യം, അവിടെ അനന്തനായിരിക്കും പ്രാധാന്യം. അതൊക്കെ നമ്മൾ എന്താണ് ദോഷം ഉള്ള അനുസരിച്ചിട്ട് വേണം ഈ പ്രധാന ദേവതയെ നമ്മൾ എടുക്കാൻ. പൊതുവേ നോക്കുമ്പോൾ ശൈവമായിട്ടും ചെയ്യാം, വൈഷ്ണവമായിട്ടും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 55 നാഗങ്ങളായിട്ട് സങ്കല്പിക്കപ്പെട്ടെങ്കിൽ ഈ ഓരോ നാഗങ്ങൾക്കും 56 ശേഷം അതിലൊക്കെ ഓരോ പ്രത്യേകം വെച്ചിട്ട് ഓരോ ദേവതകളെ ആവാഹിച്ച് 55 ദേവതകളെയും നാഗദേവതകളെ ആവാഹിച്ച് നമ്മളതിന് പൂജ കൊടുക്കും, ബലി കൊടുക്കും. ശുദ്ധാന്തം കൊണ്ടുള്ള ബലിയുണ്ടാവും. അതിനുശേഷം ഈ 100 പാലിൻ്റെ മിശ്രിതം, ആ മിശ്രിതം അതും ഓരോ സമ്പ്രദായം അനുസരിച്ച് അതിൻ്റെ കണ്ടൻസ് മാറും.
അതൊക്കെ പാരമ്പര്യമായിട്ടുള്ളതാണ്. പക്ഷേ അടിസ്ഥാനപരമായ തത്വം ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദേവതയ്ക്ക് ഇഷ്ടപ്പെടും, തപ്പിച്ചാൽ നാഗദേവവും തൃപ്തിപ്പെടുന്നുള്ളതുകൊണ്ട് അത് നമ്മളുടെ യഥാശക്തി സാഹചര്യം അനുസരിച്ച് സാമഗ്രികളുടെ ലഭ്യത അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. ഇവിടെ എന്തായാലും വളരെ കോംപ്രഹെൻസീവ് ആയിട്ടും ചെയ്യും. അപ്പോൾ സർപ്പബലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സർപ്പസൂക്ത ഹോമമാണ് അവിടെ ചെയ്യുന്നത്. സർപ്പസൂക്ത ഹോമത്തിൽ പൊതുവെ സർപ്പസൂക്തം എന്നുള്ള 3 സൂക്തങ്ങളുള്ള ഒരു പാക്കേജ് ഉണ്ട്. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ രാഹുകേതുക്കളുള്ള സൂക്തങ്ങളുണ്ട്, വൈദിക സൂക്തങ്ങളുണ്ട്. അതല്ലാതെ നാഗദേവതകളുടെയൊക്കെ മൂലമന്ത്രങ്ങൾ ഇവിടെ നാഗകാളിയുടെയോ ഇവിടുത്തെ നാഗചാമുണ്ടി, നാഗയക്ഷി, സർപ്പയക്ഷി, ഭൂതകാല നാഗയക്ഷി എന്നൊരു സങ്കല്പം പോലെ അങ്ങനെ അവരുടെയൊക്കെ മൂലമന്ത്രങ്ങൾ കുറച്ചായിട്ട് എന്നാലും ഒരു അരമണിക്കൂർ ഹോമത്തിന് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പൂജയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ നാഗകാളിക്കും നാഗചാമുണ്ടിക്കും ഗുരുതി തർപ്പണം ചെയ്യും. അത് സാധാരണഗതിയിൽ ദേവിക്ക് കൊടുക്കുന്ന ഒരു തർപ്പണം ഉള്ള നിലയ്ക്ക് തന്നെയാണ്, കണ്ടൻസൊക്കെ തന്നെയായിരിക്കും, മൂലമന്ത്രം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂജ അവസാനിപ്പിക്കുക. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പം ഞാനിത് ഒരു ഏകദേശം ഒരു 10-15 സമ്പ്രദായങ്ങൾ അവരുടെയൊക്കെ രീതി പഠിച്ചിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു മനോധർമ്മത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ചാണ് ഇപ്പം ഞാൻ പറഞ്ഞതല്ല. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സർപ്പദോഷം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നോക്കുന്ന സമയത്ത് ഈ കാവസർപ്പദോഷമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കൽ സർപ്പപൂജ ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സർപ്പബലി ചെയ്തു കഴിഞ്ഞാലോ രോഗം അല്ലെങ്കിൽ ആ ദോഷങ്ങൾ മാറും എന്ന് ഞാൻ കാണുന്നില്ല. കൂടിപ്പോയ ഒരു 3-4 വർഷങ്ങളിലേക്ക് ഒരു സർപ്പബലി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗം നിൽക്കുമായിരിക്കും, അതിൻ്റെ ഫലം നിൽക്കുമായിരിക്കും. പക്ഷെ പിന്നീട് നോക്കുന്ന സമയത്ത് വീണ്ടും അത് വരും. പക്ഷെ കാവസർപ്പദോഷം അല്ലാത്ത സാധാരണഗതിയിലുള്ള നാഗദോഷത്തെയാണെങ്കിലും ഒരു പൂജ സർപ്പബലിയൊക്കെ ഏറ്റവും വലിയ പൂജയാണല്ലോ. അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ അത് പോകുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇതിപ്പോ ദോഷങ്ങളെല്ലാം തന്നെ അതെന്ത് ദോഷമാണ്, നാഗദോഷം മാത്രമല്ല, ചുവ്വാദോഷം ഉണ്ടാവും, ശനിദോഷം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പരിഹാരം എന്ന് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ചികിത്സ കിട്ടുന്നു, ഒന്ന് മരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ ശ്രദ്ധ നടത്തുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് വരിക എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സർപ്പദോഷം എന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടൊന്നും എടുത്തു കളയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ജീവിതം അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പരിഹാരം നിർണ്ണയിക്കുന്ന സമയത്ത് ആ നിർണ്ണയിക്കുന്ന ദിവസം വരെയുള്ള ദോഷങ്ങളെയാണ് നമ്മൾ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നാളെ ഈ വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നാളെയും കർമ്മങ്ങൾ നടത്തുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുമല്ലോ. അപ്പൊ ആ കർമ്മങ്ങളിലൂടെയാണ് പൊതുവെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നത്. കുറച്ച് പാരമ്പര്യത്തിന്റെ ദോഷങ്ങളുണ്ട്, നമ്മൾ ഇരിക്കുന്ന സമുദായത്തിന്റെ ദോഷങ്ങളുണ്ട്, ഇരിക്കുന്ന സ്ഥലത്തിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അങ്ങോട്ട് അധികം ഈ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ജീവിതത്തിൽ ഈ പൂജ ഇപ്പോൾ ദോഷം മാറ്റാനായിട്ട് ചെയ്തിരിക്കുന്ന പൂജ കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ദോഷം മാറിയെന്നോ അല്ലെങ്കിൽ അത് വരികയെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കും. അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന പനി മാത്രമേ ഈ പാരസെറ്റമോൾ മാറ്റൂ. അതേമാതിരി തന്നെ ആയിരിക്കണം ഈ സർപ്പദോഷങ്ങളോ അല്ലെങ്കിൽ എന്ത് പൂജ ചെയ്താലും ഇത് ബാധയാവാഹനം ഉണ്ടെങ്കിലും അതൊക്കെ ഈ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് വരെയുള്ള അരിയേഴ്സ് അതുവരെയുള്ള സമയത്തുള്ള കാരണങ്ങളുടെ അതേ കാര്യമേ നമുക്ക് കർമ്മിക്ക് അതെടുത്ത് മാറ്റാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ അധികാരമുള്ളൂ, അല്ലെങ്കിൽ അർഹതയുള്ളൂ. പിന്നീട് ഇത് വരണ്ട എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ക്ലയന്റിനെ ആർക്കാണോ ദോഷം മാറ്റിയത് അദ്ദേഹത്തിന്റെ ജീവിത ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റേണ്ടി വരും. അപ്പൊ അത് ശരിക്കും ഒരു നല്ല ജ്യോതിഷനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ദോഷം വന്നത്, തന്റെ കർമ്മം കൊണ്ടുള്ള ദോഷമാകാം, രക്ഷിതാക്കളുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാകാം, സാഹചര്യത്തിൽ കൊണ്ട് വന്നതാകാം, വാസ്തുദോഷം കൊണ്ട് വന്നതാകാം, അങ്ങനെ പല ദോഷങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതില് സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് വന്നിരിക്കുന്ന ദോഷങ്ങൾ, ആ ദോഷങ്ങൾ
അതിനാണ് ഇപ്പൊ നമ്മൾ പരിഹാരം ചെയ്യുന്നത്. പക്ഷെ ആ ദോഷങ്ങൾ ഇനി തിരിച്ചു വരാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് വന്നിരിക്കുന്നത്, നാളെ നിങ്ങൾക്ക് ദോഷം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മഗതി മാറ്റണം. ഇതില് ഈ നമ്മളൊരു ഫോർമുല പറയുമ്പോൾ പരിഹാരം മാത്രമല്ല പറയുന്നത്, പ്രായശ്ചിത്തവും പരിഹാരം വേണമെന്നാണ് പറയുന്നത്. എങ്കിലേ ഒരു കോഴ്സ് അത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ അത് ഇപ്പൊ നമ്മളൊരു ചികിത്സാ സമ്പ്രദായത്തിൽ നമ്മൾ സാധാരണ മെഡിസിൻ കഴിക്കും, പിന്നീട് ഒരു ആന്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ട്. അതൊരു കുഷൻ മാതിരിയാണ്. അതേമാതിരി ഇവിടെ വരുന്ന സമയത്ത് പ്രായശ്ചിത്തം എന്നൊരു ഫാക്ടർ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാനതിനെ കാണുന്നത് പ്രായം ചെന്ന് വന്ന ചിത്തമാണ് പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ, ഞാനൊരു കർമ്മം ചെയ്ത ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കർമ്മം ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്നുള്ള ബോധം തരുന്നത്. അതിനെയാണ് പ്രായശ്ചിത്തം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ദോഷം വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഭാഗത്തു നിന്നും കർമ്മദോഷം കൊണ്ട് വന്നതാണെങ്കിൽ ഈ വ്യക്തി പരിഹാരം ചെയ്ത ശേഷം ഈ ദോഷം ഉണ്ടാക്കാനുള്ള കർമ്മങ്ങളെ അദ്ദേഹം ഭാവിയിൽ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ ദോഷങ്ങൾ പിന്നീട് വരാതിരിക്കൂ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. കാരണം പലർക്കും കംപ്ലൈന്റ് ഉണ്ട്, പൂജ ചെയ്ത് കഴിഞ്ഞു എനിക്കൊന്നും മാറിയില്ലെന്ന് പറയും. അത് മാറില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത്, അതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അത് ഒരു കർമ്മിയാണെങ്കിലും ഒരു ജ്യോതിഷനാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. അരിയേഴ്സ് മാത്രമേ ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ദോഷങ്ങളും ചിലപ്പോൾ മാറിയും വരില്ല. ദൈവഹത്യ അനുഭവിച്ച് തീർക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പരിഹാരമില്ലാത്ത കർമ്മങ്ങളിലാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ദോഷങ്ങൾക്കൊന്നും പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ദോഷങ്ങളൊന്നും മാറിയെന്ന് പറയാം. പിന്നെ പരിഹാരം മൊത്തത്തിൽ തന്നെ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ജപഹോമ തർപ്പണാദികൾ ദാനധർമാദികൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്ന പ്രാരബ്ധ കർമ്മത്തിന്റെ തോത് അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു കിട്ടും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലാണ്ട് മൊത്തമായിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ എന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഒരു തത്വമുണ്ട്. അതാണ് ഈ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. ആ കർമ്മമാണ് എന്നെ സംബന്ധിച്ചോളം ദൈവം. കാരണം അതിനെ നിങ്ങൾ പായസം കൊടുത്ത് തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹാരം ചെയ്ത് പൂജ ചെയ്തിട്ട് മാലയും വിളക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനെ കൈക്കൂലി കൊടുത്ത് അതിനെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദൈവഹത്യ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ അനുഭവിച്ചു. പിന്നെ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവനവന്റെ മനസ്സിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളാണ് ശരിക്കും ഇഫക്റ്റായിട്ട് വരാൻ പോകുന്നത്. ഒരാള് ദോഷമുണ്ടായി, ആ ദോഷത്തിന് പരിഹാരമായിട്ട് ചില പൂജകളൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വിശ്വസിക്കുകയാണ് പൂജകളൊക്കെ ഞാൻ ചെയ്തു, ഇനി എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് തിങ്കിങ് അയാളുടെ മനസ്സിൽ ഉണ്ടാകും. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് വരിക. അല്ലാതെ ഒരു ദൈവം നേരിട്ട് വന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യുന്നില്ല, എന്തൊക്കെയോ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എല്ലാം നമ്മളുടെ മനസ്സിലാണുള്ളത്. അപ്പൊ നമ്മളൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഒരു കർമ്മത്തിനോ അല്ലെങ്കിൽ ഒരു കർമ്മയ്ക്കോ പറ്റൂ. പക്ഷെ ആ ചെയ്യുന്ന കർമ്മം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, ആ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു പ്രസിഷൻ ഉണ്ട്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന കൃത്യമായിട്ട് ഇന്ന പൂജ എന്നെ ചെയ്യണം, ഇന്ന ഉപ്പ് ഉപയോഗിക്കണം, ഇന്ന വസ്തു കൊണ്ട് ഹോമം ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് വെറും ഒരു ഷോ മാത്രമല്ല, അതിന്റെ പുറകെ ഈ കർമ്മിയുടെ ഒരു തപസ്സിന്റെ ഫലം കൂടി ചേർന്നിട്ടാണ് ഈ ക്ലയന്റിന്റെ ദോഷപരിഹാരത്തിനായിട്ട് വന്നു ചേരുന്നത്. ഇത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ വരുന്ന ആളുടെ അയാൾ ഏത് തലത്തിൽ നിൽക്കുന്നോ ആ തലത്തിൽ വേണം നമുക്ക് സമീപിക്കാൻ. ഒരു ഭക്തനായിട്ട് വരുന്ന പ്യൂർലി ഭക്തനായിട്ട് വരുന്ന ഒരാളുണ്ട് നമ്മൾ ഈ തത്വചിന്തകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ പോയിക്കൊണ്ടേയിരിക്കും. ഈ അദ്ദേഹം പ്രശ്നം വരും, അദ്ദേഹം ജ്യോതിഷത്ത് പോകും. അപ്പൊ ഞാൻ ജ്യോതിഷന്മാരിലെ നല്ല ജ്യോതിഷന്മാരുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേമാതിരി കർമ്മയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ചെന്ന് പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിനെ പറ്റിയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പിന്നാലുള്ള ലോജിക് എന്താണ്,
അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ജ്യോതിഷം പറയുന്നു, ഈ പോയിട്ട് സർപ്പക്കാവിൽ പോയി 100 മാലം വഴിപാട് ചെയ്യും, സർപ്പദോഷം മാറുന്നു പറയും. അദ്ദേഹത്തിനത് മതി. പക്ഷെ അതൊരു വിഷയ സർക്കിളാണ്. കുറച്ച് ഡീപ്പായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം വളരെയധികം നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു നല്ല ബോധം ഉണ്ടായിരിക്കണം. പണ്ടത്തെ ആൾക്കാരൊക്കെ അറിഞ്ഞും അറിയാതെയാണെങ്കിലും കാലത്ത് നിത്യജപം ജപിക്കുക, സന്ധ്യാനാമം ജപിക്കുക, ഇന്ന സമയത്ത് രാത്രി സന്ധ്യയ്ക്ക് ശേഷം ഇന്ന സ്ഥലത്ത് പോകാൻ പാടില്ല, ഇന്ന മരത്തിന് ചുവട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നില്ലേ. അതൊക്കെ അന്ധവിശ്വാസമായിട്ട് ഇപ്പോഴത്തെ ആൾക്കാർ പറയാം. പക്ഷെ അന്നത്തെ കാലത്ത് ശാസ്ത്രീയമായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് അച്ഛനോ അമ്മയോ മുത്തച്ഛനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും, വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില സത്യങ്ങൾ അത് നമുക്ക് ബെനിഫിഷ്യലായിട്ട് തരുന്നുണ്ട്. അപ്പൊ ആ ഫാക്ടറൊക്കെ നമ്മൾ പരിഗണിക്കണം. ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുക്തിസഹമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. പഠനം കൊണ്ടും അവരുടെ ശാസ്ത്രീയ ബോധമൊക്കെ ഉള്ളതുകൊണ്ടും ശാസ്ത്രബോധമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അവർക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പൂജാരിമാരും, അതുമാതിരി പ്രാസംഗികരും, പുസ്തകം എഴുതുന്ന ആൾക്കാരും, ഗുരുക്കന്മാരും ഒക്കെ അവർക്ക് ബാധ്യതയുണ്ട്. നമ്മൾ വളരെ കാഷ്വലായിട്ട് ഒരു വിശ്വാസത്തിന് അങ്ങനെ ചുമ്മാ പെർഫെക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. എന്തായാലും അത് ഓരോരുത്തരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു പൂജാ സിസ്റ്റമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കുറേ അപ്പോൾ ഇതിനൊരു ഈ സർപ്പപൂജയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു ടാബു ഉള്ളതാണ്. ടാബു എന്ന് വെച്ചാൽ സർപ്പത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഭയങ്കര സീരിയസ് ആയിരിക്കും, ഉടനെ തിരിച്ചടി കിട്ടും, അങ്ങനെയൊക്കെ കുറേയധികം വിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളുടെ വിശ്വാസത്തിന് പുറത്താണ്. ഇതൊരു സയൻസ് അല്ല. ഒരു ശാസ്ത്രം ഉള്ള സബ്ജക്റ്റീവായിട്ടുള്ള ശാസ്ത്രമല്ലാത്തത് കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കട്ടെ. എന്നെ സംബന്ധിച്ചോളം വെളിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യന്റെ സൃഷ്ടിയാണ്, ഒരു മനസ്സിന്റെ സൃഷ്ടിയാണ്. ഒരാൾ മനസ്സിൽ ഒരു വിഷൻ കണ്ടു, ആ കണ്ടതിനെ ഒരു ധ്യാന ശ്ലോകമാക്കിയിട്ട് അയാൾ അതിനെ പകർത്തി അതിനെ കാണിച്ചുകൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി. അതൊരു ശില്പിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ പ്രോസസ്സ് മുഴുവൻ ഒരു മനസ്സിൽ നിന്നും ഉത്ഭവിച്ചിട്ട് മനസ്സുകൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണ് പിന്നെ അതിനെ നമ്മൾ ഈ പൂജാരിയാണ് അല്ലെങ്കിൽ തന്ത്രിയാണ് അതിന് ശക്തി കൊടുക്കുന്നത്. പ്രാണനം ഉണ്ടാക്കണമല്ലോ. പ്രാണനം കൊടുത്ത ശേഷം പിന്നീടാണ് അതിനെ ഈ സോക്കോൾ ഈശ്വരത്വം അല്ലെങ്കിൽ ദൈവികത്വം ഒക്കെ ഉണ്ടാകുന്നത്. അതൊരിക്കത് ബൊമ്മ മാത്രമാണ്. അപ്പൊ അത് ഈ തന്ത്രിയും അങ്ങേര് എന്താണോ സങ്കല്പിച്ച് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തപശക്തിയാണല്ലോ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത പ്രാണശക്തിയാണ്. അപ്പൊ ഓരോ വ്യക്തിയും അവനവന് അനുസരിച്ചിട്ടുള്ള അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു സൃഷ്ടി ഉണ്ടാക്കാം. അതിപ്പോ ഒരു കല്ലിലാണെങ്കിൽ ശരി, ഒരു പടത്തിലാണെങ്കിൽ ശരി, ഇനിയിപ്പോ ഒരു വിളക്കിലാണെങ്കിൽ ശരി, ഇനി ഒന്നുമല്ല ഒരു ചൈതന്യമായിട്ട് ഒരു കാറ്റായിട്ടോ മഴയായിട്ടോ ഒക്കെ സങ്കല്പിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രത്യേക ദേവതകളൊന്നും പറഞ്ഞില്ല. കാറ്റും മഴയും ഇന്ദ്രനും മരണവും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളുടെ രീതിയിലാണ് ദൈവസങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ ഭഗവത്ഗീതമാരുള്ളത്. നീ എന്നെ എന്ത് രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആ രൂപത്തിൽ നിന്റെ മുമ്പിൽ വരും എന്നുള്ളതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നാച്ചുറലി അങ്ങനെ വരാൻ വഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ അന്നത്തെ ഒരു നമ്മളെ ഹിന്ദുവിനെ പറ്റി പറയുമ്പോൾ 33 കോടികൾ ദേവകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതായിരിക്കണം. കാരണം അന്നത്തെ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന ദിവസം ഒരുപക്ഷെ അന്നത്തെ പോപ്പുലേഷൻ 33 കോടി ആയിരിക്കാം. അപ്പൊ അന്നത്തെ അന്നത്തെ ഓരോ വ്യക്തിക്കും അവനവന്റേതായിട്ടുള്ള ദൈവിക സങ്കല്പം ഉണ്ടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്നർത്ഥം. അപ്പൊ അതില് സെലക്ടഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് അത് താഴ്വഴിയിലൂടെ നമ്മൾ കടന്നു വന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നും ആ പോസിബിലിറ്റി നമുക്കുണ്ട്. ഒരാൾക്ക് അവന്റേതായിട്ടുള്ള ഒരു സങ്കല്പത്തിലുള്ള ഒരു തന്നെക്കാട്ടിലും ഉയർന്നിരിക്കുന്ന ഒരു സ്റ്റാറ്റസിലുള്ള ഒരു ദൈവത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് അനുസരിച്ച് പോകാനുള്ള ഇതിന് ഫ്രീ വില്ലും. ഇതൊന്നും പിന്നെ ആത്യന്തികമായിട്ടുള്ള സത്യമായിരിക്കണം നിർബന്ധം. പക്ഷെ എന്തായാലും നമ്മളുടെ നോക്കുന്ന സമയത്ത് വ്യാവഹാരിക തലത്തിൽ ഒരു മനുഷ്യൻ ഏത് തലത്തിൽ നിൽക്കുന്നു ആ തലത്തിലുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരിഹാരമാണ് നമ്മൾ ചെയ്യുന്നത്.
വെറുതെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രഭാഷണം ചെയ്തുകൊണ്ട് ഇത് മാറൂല. കാരണം അത് ഒരു വ്യക്തിയുടെ അപ്രോച്ച് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ അതിനാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ നമ്മൾ വരുന്ന ആളുടെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ അത് പ്രയോഗിക്കും. അപ്പൊ ഇതാണ് പൊതുവെ സർപ്പങ്ങളെ പറ്റി പറയുന്നത്. ഈ സർപ്പങ്ങൾക്ക് പ്രത്യേകമായിട്ട് അവരെ തെറ്റായി ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കോൺസിക്വൻസ് വരും എന്ന് പറയുന്നത് ആ സർപ്പങ്ങൾക്ക് മാത്രമല്ല, ഏത് ദേവതയെ ഉപാസിച്ചാലും അത് വേണ്ട രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാവും. സർപ്പങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർപ്പങ്ങളാണ് ദേവതകൾക്ക് അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ ഏത് ദേവത എടുത്താലും ആ ദേവതയ്ക്ക് സർപ്പങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ പീഠപൂജ ചെയ്യുമ്പോൾ നമ്മൾ ആധാരശക്തി അനന്തനാണ് സങ്കല്പിക്കുന്നത്. വാസ്തു ഒരു കല്ല് നാട്ടുന്ന സമയത്തും അനന്തനെ സങ്കല്പിച്ചാൽ അപ്പൊ അനന്തനാണ് ഫൗണ്ടേഷൻ, നാഗം ആണ് ഫൗണ്ടേഷൻ. എന്ന് വെച്ചാൽ നാഗം എന്ന് വെച്ചാൽ ഒരു പ്രാണശക്തി. എനർജി ഇല്ലാതെ നമുക്കൊരു കർമ്മം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനർജിയാണ് നമ്മൾ ആദ്യം ഇൻവോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും പത്തനാറും ശേഷം നാഗമായി ശിവന് വാസുകി ആഭരണമായിട്ട് വെച്ചിരിക്കണം. അപ്പൊ ഇത് ഒന്നില് സർപ്പം ഏതെങ്കിലും തരത്തിൽ, അവരുടെ ഒന്നില് ഫൗണ്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആഭരണമായിരിക്കും, ഏതെങ്കിലും തരത്തിൽ സർപ്പത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ. കേരളത്തിന്റെ ചരിത്രം നോക്കുന്ന സമയത്ത് അങ്ങനെ കഥകളൊക്കെ പറയുന്നുണ്ട്. പരശുരാമൻ സൃഷ്ടിച്ചു വന്നു, അത് ഇവിടെ ഉപ്പ് രസമുള്ള സ്ഥലമായി വഹിച്ചു, ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ടുവരാനായിട്ട് തപസ് ചെയ്ത് അനന്തനോട് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങനെ ഒരു കോൺട്രാക്ട് വെച്ചു വന്നു. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കന്യാമൂലയിൽ സർപ്പങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ഉണ്ട്. എന്തോ ഭൂമിശാസ്ത്രപരമായിട്ടും പുരാണപരമായിട്ടൊക്കെ നോക്കുമ്പോൾ കേരളം എന്നുള്ളത് ശരിക്കും നാഗലോകത്തിന്റെ ഒരു തലത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളിപ്പോ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തൊരു കാര്യമില്ല. നമ്മൾ വ്യക്തിഗതമായിട്ട് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, നാഗങ്ങൾ ദോഷം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി കാലസർപ്പ ദോഷന്മാരുള്ളത് ഒരു 5-6 കൊല്ലത്തേക്കൊക്കെ ഒരാളുടെ വ്യക്തിയിൽ ദോഷങ്ങൾ മാറ്റിക്കണം. ഇതിന് പിന്നെ ഈ എങ്ങനെ പൂജ ചെയ്യണം എന്നൊക്കെ അതൊക്കെ സമ്പ്രദായങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാരമ്പര്യം ഉണ്ടാവും. എങ്ങനെ ചെയ്താലും നാഗങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളൊരു കർമ്മം ചെയ്യാം. ഈ ദോഷം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൂടി നമ്മൾ മാറ്റിയെടുത്താൽ മാത്രമേ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ദോഷരഹിതമായിട്ടുള്ള ഒരു ജീവിതം. ഇതിന്റെ ആന്തരികമായിട്ടുള്ള കുറെ വശങ്ങളൊക്കെ ഉണ്ട്. എന്താണ് സർപ്പം, എന്തുകൊണ്ടാണ് സർപ്പത്തിനെ നമ്മൾ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്നത് കൊണ്ട് ശരീരത്തിലോ മനസ്സിലോ ബുദ്ധിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വേറൊരു എപ്പിസോഡിൽ നോക്കാം.
Oh